നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സുനാമി ഭീതിയിൽ ജപ്പാനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പ പരമ്പരകൾക്ക് ശേഷം രാജ്യം ഇപ്പോൾ നിലനിൽപ്പിനായുള്ള അതീവ ഭീതിയിലാണ്. റിക്ടർ സ്കെയിലിൽ 8 അതിൽ കൂടുതലോ തീവ്രതയുള്ള മെഗാ ക്വേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മരണതുല്യമായ മുന്നറിയിപ്പുമായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിസംബർ 16 വരെയാണ് ഈ ഭീഷണമായ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സമയത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് ജപ്പാനെ വിഴുങ്ങിയേക്കാം എന്ന ആശങ്കയിലാണ് രാജ്യം മുഴുവൻ. 2011 വന്നതിനേക്കാൾ ഇരട്ടി ഉയരത്തിൽ സുനാമി ജപ്പാനിൽ വന്നേക്കാം എന്നാണ് മുന്നറിയിപ്പ്. അടുത്ത ദിവസങ്ങളിലായി 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള വലിയ ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരം പ്രതികൂല സന്ദർഭങ്ങൾ ഉണ്ടായാൽ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വെക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഏതു സമയവും ഒഴിഞ്ഞുപോകാൻ തയ്യാറായിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച ഹൊക്കൈഡോ മേഖലയിലാണ് റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. വടക്കുകിഴക്കൻ ജപ്പാനിൽ തിങ്കളാഴ്ച രാത്രി വൈകി 7.5 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനത്തിന് 48 മണിക്കൂറിനുള്ളിലാണ് വീണ്ടും പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. 57 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും പേരുകേട്ട പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് 6 അതിൽ കൂടുതലോ തീവ്രതയുള്ള ഭൂചലനങ്ങളിൽ 20% നടക്കുന്നത് ജപ്പാനിലാണ് എന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ് ഈ ആഴ്ചയിലെ തുടർച്ചയായ പ്രകമ്പനങ്ങൾ. ശാന്തമായി കാണപ്പെട്ടിരുന്ന പസഫിക് തീരങ്ങളിൽ ഇപ്പോൾ ഭീമാകാരമായ തിരമാലകൾ അടിക്കുകയാണ്. തിങ്കളാഴ്ച അനുഭവപ്പെട്ട 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനു ശേഷം 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും തുടർചലനങ്ങൾ പതിവായി അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഓമോറിയോ തീരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഭൂകമ്പങ്ങൾ വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ചുള്ള ഭൂമിയുടെ താക്കീതായിട്ടാണ് JMA കാണുന്നത്. ഈ മെഗാ ക്വേക്ക് സംഭവിക്കുകയാണെങ്കിൽ ഹൊക്കൈഡോ, ഒമോറി, ഇവാറ്റെ, മിയാഗി, ഫുക്കുഷിമ തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ 100 അടി വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുമെന്നാണ് JMAയുടെ ഭീകരമായ പ്രവചനം. ഈ സാധ്യതകൾ മുന്നിൽ കണ്ട് രാജ്യത്തെ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഹൊക്കൈഡോ മുങ്ങും എന്നാണ് പ്രവചനം. ഒമോറിയയിൽ മരണം വിതച്ച് 100 അടി തിരമാലകൾ ഉണ്ടാകും. ഹൊക്കൈഡോയിൽ 1993 ജൂലൈ 12 ഉണ്ടായ ശക്തമായ ഭൂകമ്പമാണ് 1993 തെക്കുപടിഞ്ഞാറൻ ഹൊക്കൈഡോ ഭൂകമ്പം അഥവാ ഒക്കുഷിരി ഭൂകമ്പം എന്നറിയപ്പെടുന്നത്. ഇത് 7.7 തീവ്രത രേഖപ്പെടുത്തുകയും ഒക്കുഷിരി ദ്വീപിനെ ബാധിച്ച് വലിയ സുനാമികൾക്ക് കാരണമായി 230 മരണങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടലുകൾ എന്നിവ മൂലമാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഹൊക്കൈഡോ സാൻറിക്ക് മേഖലയിൽ ഒരു മെഗാ ക്വേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത് 98 അടി ഉയരമുള്ള സുനാമിക്ക് കാരണമായേക്കാം. ഇതിലൂടെ ഏകദേശം 2 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടമാവുകയും 2,20,000 കെട്ടിടങ്ങളെങ്കിലും തകരുകയും ചെയ്യും. ഏകദേശം 31 ട്രില്യൺ yen അതായത് $198 ബില്യൺ സാമ്പത്തിക നഷ്ടവും ഉണ്ടായേക്കാം. ശൈത്യകാലത്താണ് ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ 42,000 പേരെ ഹൈപ്പോതെർമിയയും ശരീരനില അപകടകരമായി കുറയുന്നൊരവസ്ഥ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഹൊക്കൈഡോ മുതൽ ചിബ പ്രിഫെക്ചർ വരെയുള്ള 182 മുനിസിപ്പാലിറ്റികളിൽ മെഗാ ക്വേക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി അനുഭവപ്പെട്ട ഭൂചലനങ്ങൾക്ക് പിന്നാലെയാണ് JMA പുതിയ മുന്നറിയിപ്പ് പുറത്തിറക്കിയത്. ഡിസംബർ 9 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 100 കണക്കിന് ആളുകളെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 6.4, 5.7, 4.9 തീവ്രതയുള്ള തുടർചലനങ്ങൾ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂകമ്പ പരമ്പരകൾ വരാനിരിക്കുന്ന വലിയ വിപത്തിനായുള്ള ഭൂമിയുടെ താക്കീത് തന്നെയാണ്. ഈ മുന്നറിയിപ്പ് പ്രവചനം മാത്രമാണെങ്കിലും അത് യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ജപ്പാൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ദുരന്തമായി മാറിയേക്കാം. മെഗാ ക്വേക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സുനാമി തിരമാലകളുടെ ഉയരം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പല പ്രദേശങ്ങളെയും 30 അടി മുതൽ 65 അടി വരെ ഉയരമുള്ള തിരമാലകൾ ബാധിച്ചേക്കാം. എന്നാൽ ഏറ്റവും ഭീകരമായ പ്രവചനം എരിമോ ടൗണിനും ഒമോറിയയിലെ പസഫിക് തീരങ്ങൾ, ഇവാറ്റെ, മിയാഗി, ഫുക്കുഷിമ തുടങ്ങിയ പ്രദേശങ്ങൾക്കുമാണ്. ഇവിടെ തിരമാലകളുടെ ഉയരം ഏകദേശം 100 അടി വരെ എത്താൻ സാധ്യതയുണ്ട്. 10 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഈ തിരമാലകൾ നഗരങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കിയേക്കാം. പടിഞ്ഞാറൻ ഹൊക്കൈഡാമയിലെ ടോമോക്കോമായി, ഹക്കോഡേറ്റ് പോലുള്ള പ്രദേശങ്ങളും 30 അടി തിരമാലകളുടെ ഭീഷണിയിലാണ്. മെഗാ ക്വേക്ക് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ കുലുക്കം അനുഭവപ്പെടുക ഹൊക്കൈഡോയിലായിരിക്കും. ജപ്പാൻ ഭൂകമ്പ തീവ്രത സ്കെയിൽ അനുസരിച്ച് അക്കേഷി ടൗണിൽ തീവ്രത 7 രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്.
ഇത് കെട്ടിടങ്ങൾ പൂർണ്ണമായി തകരാനും റോഡുകൾ പിളരാനും സാധ്യതയുള്ള ഏറ്റവും ഉയർന്ന തീവ്രതയാണ്. എരിമോയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ പോലും 6+ തീവ്രത രേഖപ്പെടുത്തും. ജപ്പാന്റെ നവീകരിച്ച ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനങ്ങൾ. ഡിസംബർ 16 മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഈ വിപത്ത് സംഭവിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ കടുത്ത ഭീതിയിലും അനിശ്ചിതത്വത്തിലുമാണ് ആക്കിയിരിക്കുന്നത്. രാജ്യം മുഴുവൻ ഈ ദുരന്തം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച് ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്. അതേസമയം തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ 34 പേർക്ക് പരിക്കേറ്റതായും റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഭൂകമ്പം ഹൊക്കൈഡോ സാൻറിക്കു തീരങ്ങളിൽ അപകട സാധ്യത വർദ്ധിപ്പിച്ചതായും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ജപ്പാന് താഴെയുള്ള പസഫിക് പ്ലേറ്റ് ജപ്പാൻ ചിഷിമ ട്രഞ്ചുകളുമായി രൂപപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ജപ്പാൻ ചിഷിമ ട്രഞ്ചുകൾ മുമ്പ് നിരവധി വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 2011 ദുരന്തത്തിന് കാരണവും ജപ്പാൻ ട്രഞ്ചുമായി ബന്ധപ്പെട്ട ചലനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം നിലവിലുള്ളത് ഒരു പ്രവചനമല്ല എന്നും 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് കാരണം 1% മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട്. ഭൂകമ്പ മാപിനിയിൽ 8 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ശക്തിയേറിയ ഭൂകമ്പത്തെയാണ് മെഗാക്വേക്ക് എന്ന് പറയുന്നത്. ഇത്തരം വിനാശകരമായ ഭൂകമ്പങ്ങൾ വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ എങ്കിലും വലിയ സുനാമികൾക്ക് ഇത് കാരണമായേക്കാം. മെഗാക്വേക്കിനെ തുടർന്ന് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ വലിയ സമ്മർദ്ദം സംഭവിക്കുകയും ഇത് ശക്തിയേറിയ ഭൂകമ്പത്തിന് കാരണമാവുകയും ചെയ്യാം. 2022 ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതി അടുത്ത 30 വർഷത്തിനുള്ളിൽ ഒരു മെഗാക്വേക്ക് ഉണ്ടാകാനുള്ള സാധ്യത 70 മുതൽ 80% വരെയാണെന്ന് പ്രവചിച്ചിരുന്നു. നേരത്തെ ഈ വർഷം ഏപ്രിലിലും മെഗാക്വേക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു. വിനാശകരമായ സുനാമികൾ സൃഷ്ടിക്കാനും 3 ലക്ഷം പേരുടെ ജീവൻ അപഹരിക്കാനും പോകുന്ന സംഹാരശേഷിയായിരിക്കും ഈ ഭൂകമ്പത്തിന് ഉണ്ടായിരിക്കുക എന്നാണ് അന്നത്തെ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശം. ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ 18%-ലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിസ്മോളജി ആൻഡ് എർത്തുക്വേക്ക് എഞ്ചിനീയറിംഗിലെ സിസ്മോളജിസ്റ്റ് സെയ്കോ കിറ്റ പറയുന്നു. ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം 1500 ഭൂകമ്പങ്ങളെങ്കിലും ഉണ്ടാകാറുണ്ട്. ഭൂകമ്പം ലോകത്ത് എവിടെയും എപ്പോഴും ഉണ്ടാകാം എന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമല്ല. എങ്കിലും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള സമയം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പുകൾ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ജപ്പാനിലടക്കം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ സർക്കാർ പുറപ്പെടുവിപ്പിക്കുന്ന ഓരോ പുതിയ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കാനും തയ്യാറായിരിക്കാനും ഭൂകമ്പമുണ്ടായാൽ ഉടൻ ഒഴിഞ്ഞുമാറാൻ തയ്യാറാകാനുമാണ് ജാപ്പനീസ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. കൂടുതൽ ഇന്റർനാഷണൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.